സീത, അതെന്തിനാ പുറകിലെടുത്ത് വെച്ചത്? അവിടെ സീക്കിരിക്കാനുള്ള സീറ്റ് അല്ലേ? എന്റെ മകള് വന്നാൽ തന്നെ എന്റെ മടിയിൽ കയറിയിരിക്കും. അവളെ പുറകിലൊന്നും ഇരുത്തണ്ട. ഓക്കേ ബോസ്. റാം, അവര് വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലല്ലോ? സിഹെ അവര് പറഞ്ഞയക്കില്ലേ? ഓഫ് കോഴ്സ്. നമുക്ക് കോർട്ടിൽ നിന്ന് ലീഗലി പെർമിഷൻ കിട്ടിയതാ. ശ്യാമിനും ശാലിനിക്കും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് കേട്ടാ മതി. സിഹെ ഒരു നിമിഷത്തേക്കൊന്ന് കാണാൻ പറ്റിയ മാത്രം മതി എനിക്ക്. ഒരു നിമിഷത്തേക്ക് മാത്രമല്ല, വൈകിട്ട് 6 മണിയാവുന്നവരെ നമ്മുടെ മകള് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. കുറച്ചു കഴിഞ്ഞാൽ അവളെ നമുക്ക് കാണാലോ. പോയാലോ? ഓക്കെ, ഇതാ നോക്ക്. സിഹി ചേച്ചി, എനിക്ക് എന്റെ ഈ ഹെയർ സ്റ്റൈൽ തന്നെ മതി. വേറെ ഹെയർ സ്റ്റൈൽ വേണ്ട. വേണ്ട മോളെ, നിനക്ക് എന്നെ പോലെ സുന്ദരിയാവണ്ടേ? കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാം. തിരി. വേണ്ട ചേച്ചി, ഞാൻ നിങ്ങളെ പോലെ അല്ല ആവണ്ടേ, ഞാൻ എന്നെ പോലെ ആവണ്ടേ. വീട് ചാന്ദിനി, അവള് പോകുന്നത് അവളുടെ അച്ഛനും അമ്മയും സോറി റാമിനെയും സീതയും കാണാനാ. അച്ഛനും അമ്മ എത്ര മണിക്കാ വരുന്നേ? അവരെത്ര മണിക്ക് വരുമെന്ന് അറിയില്ല. പക്ഷെ വൈകിട്ട് 6 മണിക്ക് മുമ്പേ നീ ഇവിടെ തിരിച്ചെത്തണം, മറക്കരുത്. സിഹിമോളെ, നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്നെ കാണാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ലെന്നാ തോന്നുന്നേ. കണ്ടോ, ഇത്ര നേരമായിട്ടും വന്നില്ല. നീ ഇവിടെ ഇരുന്ന് അവരെ എപ്പോഴാ വരിക എന്ന് ചോദിച്ചോണ്ടിരിക്കുക. അച്ഛനും അമ്മയും വന്നോ? എന്തൊരു കഷ്ടം, ഇങ്ങോട്ടെത്തി രാമനും സീതയും. സീതയും രാമനെയും സിഹിക്ക് ഇത്ര ഇഷ്ടമാണോ? ഇതിന്റെ 1% പോലും സിഹിക്ക് നമ്മളെ ഇഷ്ടമല്ലല്ലോ. എവറി സാറ്റർഡേ ഇങ്ങനെ ആവോ ഷാലു? എന്താ ചെയ്യേണ്ടെന്ന് പോലും അറിയില്ല. പ്ലീസ് ചാന്ദിനി, എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യേ. ഈ റാമോ സീതയും സിഹിയെ കാണാൻ വരാതിരിക്കാൻ വേണ്ടി. അവരെന്താ ഡോർ ഓപ്പൺ ചെയ്യാത്തത്? തുറന്നോളും. ഈ കഥവ് ആരെങ്കിലും തുറന്നതാ? എന്താ കഥവോ? ശരിക്കും ഒന്ന് സംസാരിക്കാൻ പോലും അറിയില്ല. വലിയ ആൾക്കാരെ പോലെ പെരുമാറ്റം. അല്ല, ഞാൻ വന്നെന്താ വാതിൽ തുറന്നു തരില്ലേ? നിനക്ക് എന്തിനാ ഇത്രയ്ക്ക് തിരക്ക്? വീട്ടിലെന്താ വാതിൽ തുറക്കാൻ നീ ഒരാൾ മാത്രമേ ഉള്ളോ? വരുന്നവര് മുതിർന്ന ആരും ഇല്ലെന്ന് കരുതില്ലേ? വന്നിരിക്കുന്നത് എന്റെ സീതമ്മയും അച്ഛനുമാ. അവരുടെ മകള് അവരെ കാണാൻ വേണ്ടി വാതിൽ തുറന്ന് വരുമ്പോ അവർക്ക് സന്തോഷാവും. ടൈം വേസ്റ്റ് ചെയ്യല്ലേ, വാതിൽ തുറക്ക്. സിഹി, അത് കഥവല്ല, കഥക്. അത് തന്നെ. പ്ലീസ് തുറന്നു താ. ശാലിനി, ഒന്ന് വേഗം തുറന്നു കൊടുത്തൂടെ? വാട്ട്? നീ എന്തിനാ ശ്യാം ഇങ്ങനെ പറയുന്നത്? അല്ല, മകളെന്ന് ഒരുപാട് സംസാരിക്കുമല്ലോ. ഇപ്പൊ റാമിന്റെ സീതയുടെ കൂടെ ഇവിടെ പറഞ്ഞയക്കാൻ ഇത്രയ്ക്ക് തിരക്കായോ നിനക്ക്? റൂൾസ് ആർ റൂൾസ് ശാലു. ഇപ്പൊ അവരുടെ കയ്യിൽ വിസിറ്റേഷൻ ലെറ്റർ ഉണ്ട്. സിഹിയെ ഇവിടുന്ന് കൊണ്ടുപോവാൻ അവർക്ക് എല്ലാ റൈറ്റും ഉണ്ട്. അതിനേക്കാളൊക്കെ മുകളില് നീ അവളെ കണ്ടോ? അവളുടെ അച്ഛനും അമ്മേനെയൊക്കെ കാണുന്നതിന്റെ സന്തോഷത്തിലാ അവള്. ആ സന്തോഷം ഇല്ലാണ്ടാക്കാൻ ഇഷ്ടമാണോ നിനക്ക്? ഇല്ല, എന്റെ മകളുടെ സന്തോഷം ഇല്ലാണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമല്ല.
വൈകിട്ട് കൃത്യം 6 മണിയാകുമ്പോഴേക്കും ഞങ്ങളുടെ മകള് തിരിച്ച് ഇവിടെ എത്തിയിരിക്കണം. ഒരു സെക്കൻഡ് പോലും മാറിപ്പോകാൻ പാടില്ല. ഐ നോ. ഓക്കെ, നിങ്ങൾ റൂൾസ് ഒക്കെ എത്ര ഒബീഡിയന്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ നേരിട്ട് കണ്ടതാണല്ലോ. നീ അത് വിട് ശാലിനി. എന്ത് വിടെ? എന്റെ മകളെ ഇവിടെ കൃത്യം 6 മണിക്ക് കിട്ടണം. ആ സമയം ആകുമ്പോഴത്തേക്ക് കൊണ്ടുവന്നോളാം ശാലിനി. എന്റെ സീതമ്മ ഒരിക്കലും റൂൾസ് ബ്രേക്ക് ചെയ്യില്ല. നമുക്ക് പോയാലോ അച്ഛാ? പോയാലോ സീതമ്മ? മോളെ, അവരോട് ബൈ പറ. ബൈ ശാലിനി ആന്റി. ബൈ ശ്യാമങ്കിൾ. എടാ ചക്കര, സുഖമല്ലേ നിനക്ക്? ഡബിൾ സിങ്സ്. ഞാൻ ഹാപ്പി ആയിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഹാപ്പിയാ. നിങ്ങള്? അതിപ്പോ അപ്പൊ ഞങ്ങൾ ഞങ്ങള് ഹാപ്പി. ഹാപ്പിയാണ് മോളെ. വീണ്ടും ഡബിൾ സിങ്സ്. ഈ ചിരി കണ്ടിട്ട് എത്ര ദിവസമായിന്നറിയോ? ഐ മിസ് യു സീതമ്മ. ഐ മിസ് We യു miss അച്ഛാ. you too, ചക്കരേ. ഞാനിപ്പോ ശ്യാമങ്കിളുടെ വീട്ടിൽ നിൽക്കുന്ന എന്തിനാന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്കത് മനസ്സിലാവും ചക്കരെ. ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമായിട്ടൊന്നുമല്ല. ബട്ട് നീ ഞങ്ങളുടെ കൂടെ ഉള്ളത് ഒഴിച്ച്. ഇത്ര ദിവസത്തിനിടയ്ക്ക് ഇതാണ് ഹാപ്പിയസ്റ്റ്. ഈ ശനിയാഴ്ച സാറ്റർഡേ മാത്രമേ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുള്ളൂ. ബാക്കി ഒരു ദിവസം എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല. നീ ഇപ്പൊ വെറുതെ അതൊന്നും സംസാരിച്ച് വെറുതെ സങ്കടപ്പെടണ്ട. ഇപ്പൊ എന്റെ മോള് ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയത്തെ കുറിച്ച് ഓർത്ത് മാത്രം ഇരുന്നാ മതി. ഓക്കെ, അതിന് എന്തൊക്കെ ചെയ്യാനുണ്ടോ അതെല്ലാം ഞാൻ ചെയ്തോളാം. ഹാപ്പി? ഹാപ്പി. ഏയ് കള്ളി, അച്ഛന് മാത്രമേ കൊടുക്കുള്ളൂ, എനിക്ക് തരില്ലേ? ഇല്ല ഇല്ല ഇല്ല. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ഇന്നത്തെ പ്ലാൻ ഓഫ് ആക്ഷൻ എന്താണെന്ന് വെച്ചാ എന്റെ സിഹി ബേബിക്ക് എന്തൊക്കെ കഴിക്കണോ എന്തൊക്കെ കളിക്കണോ അതെല്ലാം റെഡിയാക്കാം. എനിക്ക് ശ്യാമങ്ങളുടെ വീട്ടിൽ ഇരുന്ന് ബോറടിച്ചു. നമുക്ക് കാറിൽ എങ്ങോട്ടെങ്കിലും പോയാലോ? ഓക്കെ ബോസ്, ലെറ്റ്സ് ഗോ. യെസ്. കാർ ഓടിക്കുന്നോ? ഓ ഗോഡ്, ഇതെന്താ ആകെ വൃത്തികേടാക്കിയിട്ടിരിക്കുന്നേ? ദേവമ്മ, ദേവമ്മ. ഇവിടെ ദൈവമേ ഇല്ല, ആരും എത്തിയിട്ടുമില്ല. എന്താ, എന്തു പറ്റി? നോക്ക്, അവളെ റൂം കാണിച്ചിട്ടിരിക്കുന്ന കണ്ടില്ലേ? ഈ ബെഡ്ഷീറ്റ് ഇന്നലെ വിരിച്ചതാ. അതെങ്ങനെയാ കിടക്കുന്നേ നോക്ക്. ആ ദേവമ്മ വന്നിട്ട് ആദ്യം ഇതൊന്ന് വാഷ് ചെയ്തിടാൻ പറയണം. കഴിച്ച പാത്രം അവിടെ തന്നെ ഇരിക്കുന്നു. അയ്യോ, കുട്ടികളുള്ള വീടെന്ന് വെച്ച ഇതാണോ? ആദ്യ സിഹി ഡിസിപ്ലിൻ എന്താണെന്ന് പഠിപ്പിക്കണം. ഞങ്ങളെ പോലെ ആവാൻ പഠിപ്പിക്കണം. എന്നാലും എനിക്കൊരു ഡൗട്ട്. എന്താ? ഞാനറിയുന്ന ശാലിനിക്ക് കുട്ടികളെ ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാ. ജിജു എന്റെ കുഞ്ഞെന്ന് ജപിച്ചുകൊണ്ടിരുന്നപ്പോഴും നിന്നെ അതൊന്നും ബാധിച്ച പോലെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആൻഡ് നിന്റെ മകള് വാടകമ്മയുടെ അടുത്താണ് ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോഴും നീ അത് കെയർ ചെയ്തിരുന്നില്ല. ബട്ട് ഇപ്പൊ സഡനായിട്ട് സിഹിയെ വേണം, അവൾ ഇവിടെ നിൽക്കണം, ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയുന്നു. അതെങ്ങനെ പെട്ടെന്ന് നിനക്ക് മകളുടെ മേലെ അത്രയ്ക്ക് സ്നേഹം വന്നത്?
ഇങ്ങനെയൊക്കെ പറ്റുമോ? എനിക്ക് കുട്ടികളോട് ഒരു സ്നേഹവും ഇല്ല. സിഹി ഞങ്ങളുടെ മകളാ. പക്ഷേ എനിക്ക് ഇതുവരെ സിഹിയോട് അങ്ങനെ ഒരു ഫീലിങ്സും തോന്നിയിട്ടില്ല. ബട്ട് അവള് ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കണം. അതെ, അതെന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവൾ ആ സീതയുടെ കൂടെ നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് സീത എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ചാന്ദിനി. ശരിയാ, അവൾ എന്നെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നിന്റെ ജീവിതം ഇങ്ങനെ ആയതില് അവളുടെ റോള് വളരെ വലുതാ. ആൻഡ് എനിക്ക് അവളുടെ പെരുമാറ്റവും സംസാരവും ഒന്നും ഇഷ്ടമല്ല. ഇറിറ്റേഷൻ അവൾ എനിക്ക്. പക്ഷെ എല്ലാവരും സീത സീത എന്ന് പറഞ്ഞ് അവളുടെ പുറകെ നടക്കുക. അതുകൊണ്ട് നൗ ഇറ്റ്സ് മൈ ടേൺ. നീ കണ്ടോ അവളെ ഞാനെങ്ങനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുവെന്ന്? പാനിപൂരി കഴിക്കാൻ കൊതിയായിട്ട് പാടില്ല. മൂന്നാമത്തെ ക്രോസ് റോഡില് പാനിപൂരി ഉണ്ട്. അവിടെ പോയാലോ? ഓക്കേ. അത്രേ ഉള്ളോ? എന്റെ മോക്ക് പാനിപ്പൂരി കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പാനിപ്പൂരി കട തന്നെ കളിയേക്കാം. പാനിയും കാലി പൂരിയും കാലി വിട്ടാലോ? പാനിപ്പൂരി പാനിപ്പൂരി. സീതമ്മ, എനിക്ക് ഫുൾ പ്ലേറ്റ് പാനിപൂരി വേണം. ഞാൻ ഒന്നുപോലും ഷെയർ ചെയ്യില്ല. ആയിക്കോട്ടെ ചേട്ടാ, 2 പ്ലേറ്റ് പാനിപ്പൂരി. അതെന്താ വെറും 2 പ്ലേറ്റ് പാനിപ്പൂരി മാത്രം ഓർഡർ ചെയ്തത്? ഇവളതിന് മുഴുവൻ കഴിക്കില്ല. 2 എണ്ണം കഴിച്ചിട്ട് എനിക്ക് മതി എന്ന് പറഞ്ഞ് ബാക്കി എനിക്ക് തരും. അത് ഞാൻ കഴിക്കണ്ടേ? ഓ, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ പ്ലേറ്റ് നമുക്ക് ഒരുമിച്ച് കഴിക്കാം കേട്ടോ. ഒന്ന് വേഗം എടുക്കേട്ടാ. സീതമ്മ, എനിക്ക് ഫുൾ പ്ലേറ്റ് പാനിപൂരി വേണം. നിനക്ക് വേണമെങ്കിൽ നീ മേടിച്ചോളണം. ഞാൻ തരില്ല കേട്ടോ. അതെയോ? നോക്കാലോ നമുക്ക്. ചാലഞ്ചാ? ആ, ചലഞ്ച്. എന്റെ മകളും എന്റെ സീതയും എത്ര സന്തോഷത്തിലാണ്. ഈ മൊമെന്റ് ഇങ്ങനെ അങ്ങ് ഫ്രീസ് ആയി പോയിരുന്നെങ്കിൽ. റാം, നല്ല എരിവ്. എരിവ് കൂടിയിട്ടാ നിങ്ങളുടെ കണ്ണില് വെള്ളം വരുന്നേന്ന് അങ്ങ് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കോ? എനിക്കറിയില്ല നിങ്ങളുടെ കണ്ണ് നിറഞ്ഞത് എന്തുകൊണ്ടാണെന്ന്. ആക്ച്വലി സീത, സോറി, നമ്മുടെ മകള് നമ്മുടെ കൂടെ എന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ രണ്ടുപേരുടെ മുഖത്ത് ഒരു ചിരി ഉണ്ടാവില്ലല്ലേ? ഇന്നിപ്പോ കണ്ടോ നിന്റെ മുഖത്ത് എന്തുമാത്രം സന്തോഷമുള്ളത്.
കാണുമ്പോൾ തന്നെ ഞാൻ എന്തുമാത്രം ഹാപ്പിയാണെന്നറിയാം. ഇതെന്താ നിങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കുന്നേ? വേറെ എന്ത് പറയാൻ, നിന്നെ കുറിച്ച് ഈ സംസാരിക്കുന്നേ. വേഗം കഴിക്കാൻ നോക്ക്, വേറെ സ്ഥലത്തേക്ക് പോണ്ടേ. സീതമ്മ, എനിക്ക് മതി, ബാക്കി നീ കഴിച്ചോ. പറഞ്ഞില്ലേ? ഞാൻ വയറ് നിറഞ്ഞോന്ന് പറഞ്ഞില്ല. ഞാൻ തരുമെന്ന് നീ കാത്തിരിക്കില്ലേ? അതുകൊണ്ട് പാവല്ലേന്ന് വെച്ച് തന്നതാ. ശ്യാം, എന്താ ശ്യാം? സിഹി വീട്ടിലെത്തിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ. പക്ഷെ അവളില്ലാത്തപ്പോ വീട് ആകെ ശൂന്യമായി പോയല്ലേ? ഇവ ഞാൻ പറഞ്ഞത് മുഴുവനായിട്ട് കേട്ടിട്ടില്ല. അതുകൊണ്ടാ അവള് നമ്മുടെ കൂടെ നിക്കണമെങ്കിൽ ബൈ ലോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ചെയ്യണം ശ്യാം. അല്ലെങ്കിൽ ഇന്ന് ശനിയാഴ്ചയാണെന്ന് പറഞ്ഞ് സിഹിയെ കൊണ്ടുപോകാൻ വന്ന രാമ സീതയും എന്നും സിഹിയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. കള്ളി. പറ, ഇനി എങ്ങോട്ടാ നിനക്ക് പോകേണ്ടത്? ചോളം കഴിക്കാൻ പോയാലോ? ഇപ്പോഴല്ലേ പാനിപ്പൂരി കഴിച്ചത്, ഇനി ചോളം കഴിക്കാൻ പോവാണോ? മോളെ, നിനക്ക് വേണ്ടി ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറെ സ്പെഷ്യൽ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതോ? സീതമ്മ, ഞാൻ കഴിച്ചോളാം. എന്റെ വയറ്റിൽ നല്ല സ്ഥലമുണ്ട്. ഈ കുഞ്ഞി കുമ്പയില് എത്ര സ്ഥലം ഉണ്ടാവും എനിക്കറിയാലോ. പാവം സീത, അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവള് കഴിച്ചോട്ടെന്നേ. ഐ തിങ്ക് അവൾ അവിടുന്ന് ശരിക്കും ഒന്നും തന്നെ കഴിച്ചിട്ടില്ലെന്നാ തോന്നുന്നേ. ചോളം വേണമെങ്കിൽ പിന്നെ കഴിച്ചോളാം അച്ഛാ. എനിക്കിപ്പോ കുറെ സ്ഥലത്തേക്ക് പോവാനുണ്ട്. ഓഹോ, സോ മേഡത്തിന് ഇപ്പൊ എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത്? വീട്ടിൽ പോയിട്ട് മുത്തശ്ശനെ മുത്തശ്ശിയെ കാണണം, എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ കാണണം. പിന്നെ നമ്മുടെ വീട്ടിൽ പോയി അനിയെ മീറ്റ് ചെയ്യണം. എനിക്ക് എത്ര വീടാലേ ഉള്ളത്? ഒരു പഴയ വീട്, നമ്മുടെ വീട്, ശ്യാമങ്ങളുടെ വീട്. പക്ഷെ എനിക്ക് ശ്യാമങ്ങളുടെ വീട് ഇത്തിരി പോലും ഇഷ്ടമല്ല. ബോറിംഗ് വീട്, ബോറിംഗ് ആൾക്കാര്, പിന്നെ ബോറിംഗ് ഫുഡും. ഞാൻ രാത്രി ഒറ്റയ്ക്ക് കിടക്കണം. എനിക്ക് എത്ര പേടിയാവുന്ന അറിയോ? എനിക്കൊരു കഥയും പറഞ്ഞു തരില്ല. എനിക്ക് നിങ്ങളെ രണ്ടുപേരും ഓർമ്മ വരുമ്പോ കരച്ചില് വരും. പക്ഷെ ഞാൻ കരയാറില്ല. എന്താണെന്ന് അറിയോ? ഞാൻ കരയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട്. സ്മൈൽ ചെയ്യാനൊക്കെ ഞാൻ ട്രൈ ചെയ്യും, പക്ഷെ സ്മൈല് വരില്ല. ഇപ്പൊ കണ്ടോ, നിങ്ങൾ എന്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ എത്ര ഹാപ്പിയാണ് നോക്ക്. നിങ്ങൾ രണ്ടുപേരും ഹാപ്പി ആണെങ്കിൽ ഞാനും ഹാപ്പി. സീക്കുട്ടാ, നിന്റെ ഈ ചിരി നിന്റെ മുഖത്ത് എന്നും ഇതുപോലെ മായാതെ ഉണ്ടാവണം മോളെ. ഞങ്ങൾക്കത് മാത്രം മതി. റാം, അമ്പലത്തിലേക്ക് പോയി സിഹിയുടെ പേരിൽ ഒരു അർച്ചന നടത്തണം. അവളെ കാണാനുള്ള പെർമിഷൻ കിട്ടിയാ ഞാൻ അമ്പലത്തിലേക്ക് വന്നോളാന്നൊരു നേർച്ച നേർന്നായിരുന്നു.